നമ്മുടെ ഈ സിനിമ നടൻ തിലകൻ്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. അതായത് ആളെ അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു, രാവണൻ എന്ന് പറയുന്ന പോലത്തെ ഒന്നല്ല 3 രാവണന്മാരാണ് നമ്മുടെ അടുത്ത് കിടക്കണം. ഇതിന് രാവണൻ എന്ന് പറയാനൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് പല ആളുകൾക്കും ഈ നമ്മുടെ ഈ ടൊയോട്ട ക്യാമറി ഹൈബ്രിഡിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ടൊയോട്ട ഫോർച്യൂണർ ഉണ്ട്. ഫോർച്യൂണറാണ് ടൊയോട്ടയുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. പക്ഷേ നമ്മുടെ ഈ ടൊയോട്ട ക്യാമറി ഹൈബ്രിഡിൻ്റെ പ്രൈസ് വരുന്നത് ഫോർച്യൂണറിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു 2016 ആ കാലഘട്ടത്തിലെ വണ്ടിയാണ്. ആ കാലഘട്ടത്തിൽ ഫോർച്യൂണറിന് 30 lakhs താഴെയുള്ളൂ. ആ സമയത്ത് ഈ വണ്ടിയുടെ വില വരുന്നത് 30 above ആണ്. ഈ സെയിം തിങ് ഇപ്പോൾ ഹൈബ്രിഡ് കാർസ് വരുന്നത് 60 lakhs ഒക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിലിരിക്കുന്ന കാറുകളുടെ വില ഞാനൊന്ന് ക്വിക്കായിട്ട് പറയാം. ഇപ്പോൾ ഹൈബ്രിഡ് കാർസ് എന്ന് പറയുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഇത് നമ്മുടെ പെട്രോൾ ഓട്ടോമാറ്റിക് 2014 കാറാണ്. ഇതിപ്പോഴും അതർ സ്റ്റേറ്റ് തന്നെ രജിസ്ട്രേഷൻ NOC ആയിട്ടുണ്ട്. നമ്മൾ കേരള നമ്പറിലോട്ട് മാറിയിട്ടില്ല. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 8,75,000 ആണ്. ഇത് ഓൾറെഡി കേരള നമ്പറിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് 2016 മോഡൽ. ഈ കാറിൻ്റെ പ്രൈസിങ് വരുന്നത് 14,95,000 ആണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 2016 ആണ്. ഇത് 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് ഓൾറെഡി കേരള നമ്പറിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 16,85,000 ആണ്. നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ നമുക്ക് ഓടിച്ച് കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലോട്ട് കയറുമ്പോൾ നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയും പ്രീമിയം ആയിട്ടാണ് വണ്ടി ഇരിക്കണത് എന്നുള്ളത്. ഇതിൻ്റെ സീറ്റ്സും ഇതെല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള കളറാണ്. ഓട്ടോമാറ്റിക്കാണ് ഒബിയസ്ലി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രിക്കൽ കാർസൊക്കെ ഇപ്പോഴാണ് പോപ്പുലർ ആയത്. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാറ്ററിയിലാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി റെഡി എന്നേ വരുള്ളൂ. നമുക്കറിയാൻ പറ്റില്ല ഇത് സ്റ്റാർട്ടായി എന്നുള്ളത്. നമ്മളൊരു കുറച്ചൊരു 20-30 അല്ലെങ്കിൽ 40 ഒക്കെ എത്തുമ്പോഴാണ് ഇത് പെട്രോളിലോട്ട് മാറുള്ളൂ. സീറ്റ്സൊക്കെ ബാക്കിൻ്റെ അകത്തൊരു ഡ്രൈവറിനെ വെച്ച് ഓടിക്കുന്ന കാർ എന്നുള്ള കൺസെപ്റ്റാണ് അതിന് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കുള്ള കംഫർട്ട് വളരെ കൂടുതലാണ്. എല്ലാ കൺട്രോൾസും അവിടെ ഉണ്ട്. അതുപോലെ വളരെ സ്പേഷ്യസ് ആണ്. ഈ ഹൈബ്രിഡ് കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി ലിമിറ്റ്സിൽ തന്നെ പെട്രോൾ ഒരു 20 to 24 കിലോമീറ്റേഴ്സ് മൈലേജ് കിട്ടും. എന്ത് സാധനങ്ങളാണ് നല്ലത് വിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്രാൻഡ് വൈസ് നമ്മുടെ ഷോറൂം ഉള്ളതിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 3 കാറുകളാണ്. എല്ലാം വളരെ നല്ല കണ്ടീഷനിലും വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വെഹിക്കിളാണ്. അപ്പോൾ നിങ്ങളെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ സംഭവങ്ങളുണ്ട് എന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പ്രൈസെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീനിൽ നമ്മുടെ നമ്പറുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക.